അവസാന സമയത്ത് റസൂലുള്ളാഹി ശക്തമായി പറഞ്ഞ വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസക്കറ. മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ഫാത്തിമ ബീവി പറയുകയാണ് വാക്കർ ബാബത്താ, എന്റെ ഉപ്പക്ക് എന്തൊരു വേദനയാണ്, എന്റെ ഉപ്പക്ക് എന്തൊരു വേദനയാണ്. റസൂലുള്ളാഹി വിളിച്ചടുത്തേക്ക് ഇരുത്തി. ആ സമയത്ത് പോലും റസൂലുള്ളാഹി പറഞ്ഞു ലൈസ ലി അബീകി കർബൻ ബഅദൽ യൗം. മോളെ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ, ഈ സമയം കഴിഞ്ഞാൽ ഇനി ഉപ്പക്കൊരു വേദനയുമില്ല മോളെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് ഇങ്ങനെ വെള്ളമെടുത്ത് തടകിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി. എന്തൊരു പ്രയാസമാണ് നബിക്ക്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ആകാശത്തിലേക്ക് ഉയരുകയാണ്. അർശിന്റെ ഉടമസ്ഥന്റെ ഭാഗത്തേക്ക് കൈ ഉയരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി വിളിച്ചു പറഞ്ഞു ഫിർറഫീഖിൽ അഅ്ലാ, ഫിർറഫീഖിൽ അഅ്ലാ, ഫിർറഫീഖിൽ അഅ്ലാ. ഉന്നതനായ കൂട്ടുകാരന്റെ അടുത്തേക്ക് എന്ന് റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു. ആയിഷ ബീവി പറയാണ് കൈ പിന്നെ താഴേക്ക് വീണുപോയി. പിന്നെ റസൂലുള്ളാഹി മിണ്ടിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ കൈ ഉയർന്ന സ്ഥലത്തേക്ക് അവിടുത്തെ കണ്ണതാ തുറന്നിരിക്കുന്നു. ആകാശത്തേക്ക് തന്റെ ഏറ്റവും പ്രശുദ്ധമായ സക്കിയായ ആ റൂഹ് പോയത് റസൂലുള്ളാഹി നോക്കി നിൽക്കുന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. എത്ര പ്രയാസം, എത്ര വിഷമം ഈ ഉമ്മത്ത് അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം അതല്ലേ സഹോദരന്മാരെ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ സന്ദർഭങ്ങൾ നടന്നത് ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഈ പ്രയാസങ്ങളൊക്കെ നടന്നത് ഈ റബീഉൽ അവ്വലിലാണ്. എങ്ങനെ ദഫടിക്കാൻ കഴിയുന്നു നിനക്ക്, എങ്ങനെ പാട്ടുപാടാൻ കഴിയുന്നു നിനക്ക്, എങ്ങനെ നിനക്ക് പായസം ഉണ്ടാക്കി കുടിക്കാൻ കഴിയുന്നു? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയും വിഷമവും പനിയും പ്രയാസവുമായി ഈ ദുനിയാവിൽ വേദനയോട് മല്ലടിച്ച ഈ ദിനരാത്രങ്ങളിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്ന മുസ്ലിമേ? നിനക്ക് ഹൃദയമില്ലേ? നിനക്ക് ലോലമായൊരു ഹൃദയമില്ലേ? അതോ കരിങ്കല്ലായി പോയോ നിന്റെ ഹൃദയം? ഈ സന്ദർഭത്തിൽ ചോദിച്ചു പോവുകയാണ് സഹോദരങ്ങളെ. റസൂലുള്ളാഹി വഫാത്തായി, ആരും അവിടെ ഇല്ല, ആകെ പെണ്ണുങ്ങൾ മാത്രം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് വിവരം അറിയുന്നു. എല്ലാവരും ഓടുകയാണ്. മദീനയിൽ നിന്ന് അങ്ങ് ഉയർന്ന് മദീനയുടെ മുകളിൽ നിന്നിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കുതിരയെ ഓടിക്കുന്നു. പറന്നു വരികയാണ് പ്രവാചകന്റെ വീട്ടിലേക്ക്. റസൂലുള്ളാഹിനെ കിടത്തിയിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഒരു നീണ്ട തുണിയിട്ട് മൂടിയിരിക്കുന്നു റസൂലുള്ളാഹിനെ. സ്വഹാബത്ത് അപ്പോൾ വല്ലാത്ത ഭയത്തിലായി. കാരണം റസൂലുള്ളാഹി വഫാത്തായിരിക്കുന്നു എന്ന് കേൾക്കാൻ അവർക്ക് കഴിയില്ല. നിങ്ങൾക്കറിയില്ലേ, ഒരു മുള്ളു കൊള്ളുന്നത് പോലും ഇഷ്ടപ്പെടാത്ത സ്വഹാബത്ത്, ഒരു മുള്ളു പോലും റസൂലുള്ളാഹിന്റെ ദേഹത്ത് കൊള്ളരുതെന്ന് ആഗ്രഹിക്കുന്ന സ്വഹാബത്തിന് എങ്ങനെ കഴിയും റസൂലുള്ളാഹി മരിച്ചു എന്ന് പറയാൻ? എങ്ങനെ കഴിയും റസൂലുള്ളാഹി വഫാത്തായി എന്ന് വിശ്വസിക്കാൻ? കഴിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ മദീനയിൽ വലിയ ശക്തമായ ഒരു പ്രശ്നം നടക്കുന്നു. എന്താണത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സമചിത്തത നഷ്ടപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. ഇല്ല ഇല്ല, എന്റെ ഹബീബ് മരിച്ചിട്ടില്ല. മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയും ഞാൻ അവനെ, കൊന്നുകളയും ഞാൻ അവനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. അങ്ങനെ വാളും പിടിച്ചുകൊണ്ട് ഇരിക്കുന്നില്ല, അദ്ദേഹം വാളും പിടിച്ചു നിൽക്കുകയാണ്. റസൂലുള്ളാഹിയുടെ വീട്ടിന്റെ അകത്തേക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ മുഖത്തുനിന്ന് ആ മറച്ചിരിക്കുന്ന തുണിയെടുത്തു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മൂർധാവിൽ അങ്ങ് അമർത്തി ചുംബിച്ചു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിബ്ത ഹയ്യൻ, തിബ്ത ഹയ്യൻ വമൈതൻ യാ റസൂലല്ലാഹ്. ജീവിച്ചിരുന്നപ്പോൾ എന്തൊരു സുഗന്ധമാണ് നബിയെ, അങ്ങ് മരിച്ചപ്പോഴും എന്തൊരു സുഗന്ധമാണ് നബിയെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ആ മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് കാണാം. എന്നിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി നിൽക്കുന്നു. മഹാനായ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹു വാളും പിടിച്ചു നിൽക്കുന്നു. ഓ ഉമർ, അടങ്ങൂ, റസൂലുള്ളാഹി വഫാത്തായി പോയി, റസൂലുള്ളാഹി നമ്മളെ വിട്ടുപോയി എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതൂൻ, നീ മരിക്കുന്നവനാണ്, അവരും മരിച്ചു പോകുന്നവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റുസുൽ അഫഇൻ മാത ഔ ഖുതില انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا
വസയജ്സില്ലാഹു ശാകിരീൻ. റസൂലുള്ളാഹി പഠിപ്പിച്ച ആയത്ത് ഓതി കൽപ്പിച്ചു കൊടുക്കുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ. ഓ ഉമർ, താങ്കൾ അറിയണം, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദൂതനാണ്. അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം മരണപ്പെടാം, അല്ലെങ്കിൽ കൊല്ലപ്പെടാം. മരണപ്പെടാം, അല്ലെങ്കിൽ കൊല്ലപ്പെടാം. ആ സമയത്തേക്ക് നിങ്ങൾ മതം ഉപേക്ഷിച്ച് പോകാൻ പോവുകയാണോ? എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅ്ബുദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു കൊടുക്കാൻ, ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിച്ചതെങ്കിൽ, അവരുടെ ഇലാഹ് മുഹമ്മദ് നബിയാണെങ്കിൽ ആ മുഹമ്മദ് നബി മരിച്ചുപോയി. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ആ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീണു. അവിടെ അങ്ങ് ഇരുന്നു പോയി. റസൂലുള്ളാഹി വഫാത്തായി എന്ന സത്യം അങ്ങ് ബോധ്യപ്പെട്ടപ്പോ ഇരുന്നു പോയി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അതാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, അവലമ്മാ കാനൽ യൗമുൽ ലദീ മാത ഫീഹി. റസൂലുള്ളാഹി മരണപ്പെട്ട ദിവസമെത്തിയപ്പോൾ അദ്ലബലഹു കുല്ല ശൈഇൻ, മദീനയിലെ മുഴുവൻ വസ്തുക്കളും അന്ധകാരത്തിലായി പോയി, ശോകമൂകമായ അന്തരീക്ഷമായി പോയി എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമാണ്, ഞങ്ങൾ പ്രവാചകന്റെ ഖബറടക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിന് വെറുപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹിനെ ഖബറടക്കിയ സ്ഥലത്ത് ആ ഖബറിൽ പ്രവാചകന്റെ ശരീരത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിടുമ്പോൾ ഫഖദ് അൻകറനാ ഖുലൂബുനാ, ഞങ്ങളുടെ ഹൃദയം വെറുത്തിരുന്നു, വിഷമിച്ചിരുന്നു.